അവിടെ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചോറ് വേണം. അതിൻ്റെ മുമ്പേ ഞാനൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സാധാരണ ഇങ്ങനെ അൺബോക്സിങ് വീഡിയോസ് ഞാൻ ചെയ്യാറില്ല. എൻ്റെ കയ്യിലുള്ള എല്ലാ ഗാഡ്ജറ്റ്സും കൂടി നിങ്ങളെ പരിചയപ്പെടുന്ന രീതിയിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് ഇടാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതിൽ ഞാൻ എന്തൊക്കെ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ നമ്മുടെ പുതിയ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഐറ്റം വാങ്ങിച്ചു. അത് ഞാൻ കുറേ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കിയതിന് ശേഷമാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ സംഗതി അൺബോക്സിങ് വീഡിയോ ആയതുകൊണ്ട് ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തതാണ്. പിന്നെ വീഡിയോ അൺബോക്സിങ് ആയതുകൊണ്ട് അൺബോക്സിങ് ചെയ്യുന്നത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ബോക്സ് ചെയ്തതാണ് രണ്ടാമത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല, വീഡിയോ വെറുതെ നമ്മൾ സാധാരണ വെറുതെ മൊബൈലിലോ അല്ലെങ്കിൽ ക്യാമറയിലൊക്കെ വീഡിയോ എടുക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ജസ്റ്റ് ഒരു പെട്ടെന്ന് നമുക്കിതിൻ്റെ കാര്യങ്ങൾ പറയാം. നിങ്ങൾക്കറിയാം, ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രൈപ്പോഡ് എന്ന് പറഞ്ഞാൽ മിനി ട്രൈപ്പോഡ് എന്ന് പറയുന്നതിന് നമ്മളിങ്ങനെയാണല്ലോ വ്ളോഗ് ചെയ്യുക, അതിന് യൂസ് ചെയ്യുന്ന സാധനം. ഇത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ്, പക്ഷേ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. പെട്ടെന്ന് കേട് വരും. ഇതിൻ്റെ ഈ സംഭവമൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് ഒടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ക്വാളിറ്റി മെയ്ഡ് അല്ല, അതിൻ്റെ വില അത്ര തന്നെ ഉള്ളൂ, 850 രൂപ എങ്ങാണ്ടുള്ളൂ. ഇത് പക്ഷേ വേറൊരു വലിയ സൗകര്യമുള്ളത് ഫ്ലെക്സിബിൾ ആയത് കാരണം നമുക്ക് എവിടെയും ഫിറ്റ് ചെയ്യാൻ പറ്റും. ഏത് സാഹചര്യത്തിലും ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. ഇതുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. എവിടെ വേണമെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഒരു മരക്കൊമ്പത്തൊക്കെ വെക്കാം. അതൊരു വലിയ ഗുണം തന്നെയാണ്. പക്ഷെ അത് ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. പിന്നെ വേറൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്തും ഇല്ല. ഈ ഒരു ലെങ്ത്തല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്ര കൈ ഡിസ്റ്റൻസ് വെച്ച് പിടിച്ചാലും നമ്മുടെ ഈ ഒരു ലെവലിലേക്ക് കിട്ടുള്ളൂ. ഫുള്ളായിട്ട് കുറച്ചങ്ങോട്ട് വലിയ രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല, കവർ ചെയ്യില്ല. അതുകൊണ്ടും കൂടി ഞാൻ കുറച്ചായിട്ട് ആലോചിക്കുന്നുണ്ട് ഇതൊന്ന് മാറ്റിയിട്ട് വേറൊരു സാധനം വാങ്ങിക്കണമെന്ന്. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ 12 ദിവസം സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കസിനുണ്ട് ബാംഗ്ലൂർ. അപ്പോൾ അവൻ വാങ്ങിച്ചിട്ട് എനിക്ക് ബസ്സിന് അയച്ചു തന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് ഇന്ന് രാവിലെ ഇവിടെ കിട്ടി. ഇപ്പം ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇത് കമ്പനിയുടെ പേര് ജോബി എന്നാണ്. ഇറ്റാലിയൻ കമ്പനിയാണ്, പക്ഷേ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ചൈനയിലാണ് അസംബിൾ ചെയ്തിട്ടുള്ളത്. എടുക്കാം. അൺബോക്സിങ് കഴിഞ്ഞിട്ടോ, ഇത്രേ ഉള്ളൂ. ഇതാണ് പ്രോഡക്റ്റ്. ഇത് വെറുതെ ഈ പ്രോഡക്റ്റുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിന് 850 രൂപയുള്ളൂ. ഇതിന് നല്ല വിലയുണ്ട്. ഇത് ഞാൻ വില അവസാനം പറഞ്ഞുതരാം. ഇതിവിടെ മാറ്റി വെക്കാം നമുക്ക്. ഇതാണ് ഇത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഇനി എനിക്കിത് വേണം, അതുകൊണ്ട് വാങ്ങിച്ചാണ്. ഇത് ഒരു 20 സെൻറ്റിമീറ്റർ താഴെയുള്ളൂ ഇതിന് ലെങ്ത് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സിമ്പിളല്ലേ? ഒരു സെൽഫി സ്റ്റിക്കൊക്കെ പോലെ തോന്നുന്നില്ലേ? ഇതൊരു സെൽഫി സ്റ്റിക്കാണ്. മൊബൈൽ യൂസ് ചെയ്യാം, ക്യാമറ, ചെറിയ രീതിയിലുള്ള ക്യാമറാസ് യൂസ് ചെയ്യാം. ഇതൊരു ട്രൈപ്പോഡാണ്, ഇതൊരു മോണോപോഡാണ്, ഇതൊരു ലൈറ്റിൻ്റെ സ്റ്റാൻഡാണ്. അങ്ങനെ കുറേ രീതിയിൽ ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ കാണും, പക്ഷെ ഇതിന് ഒരു 3 കാലുണ്ട്. നമ്മളെ മിനി ട്രൈപ്പോഡ് പോലെ തോന്നും. ഇപ്പോൾ ഇതൊരു മിനി ട്രൈപ്പോഡ് പോലെ തോന്നുന്നില്ലേ? ഇങ്ങനെയാണ്. ഇനിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അല്ല, ഏകദേശം 19 സെൻറ്റിമീറ്ററിന് നമുക്കിതിനെ ഒരു 56 സെൻറ്റിമീറ്ററിലേക്ക് ലെങ്ത്ത് കൂട്ടാൻ പറ്റും. ഇത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു സാധാ സെൽഫി സ്റ്റിക്ക് പോലെയല്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. വേറെ എന്തൊരു പേര് പറയുന്നുണ്ട് ആ സ്റ്റീലിന്. പിന്നെ ഇതിലുള്ള പ്ലാസ്റ്റിക്കും തന്നെ ഹൈ ക്വാളിറ്റിയാണ്. ഇതിൻ്റെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഈ ആക്ഷൻസ് ഒക്കെ കാണുന്നത് മനസ്സിലാവും. ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. ഇത് ശരിക്കും മൊബൈലിന് വേണ്ടിയിട്ടുള്ള സെൽഫി സ്റ്റിക്ക് ആ രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് അല്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന G7X, അതുപോലെ സോണിയുടെ ഈ ഒരു സൈസ് ക്യാമറ ഉണ്ട്. ആ തരം ക്യാമറകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണിത്. അതായത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന G7X എന്ന ക്യാമറ ഞാൻ മാത്രമല്ല, മലയാളത്തിലെ ഭൂരിഭാഗം വ്ളോഗേഴ്സ് യൂസ് ചെയ്യുന്ന ഈ G7X Mark II എന്ന് പറയുന്ന ക്യാമറ 318 ഗ്രാമാണ് അതിൻ്റെ വെയിറ്റ്. ഇപ്പോൾ അതിൻ്റെ G7X Mark III ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെയിറ്റ് എനിക്ക് അറിയില്ല. ഇത് 318 ഗ്രാമാണ്. ഇത് മാക്സിമം ലോഡ് താങ്ങുന്നത് 325 ഗ്രാമാണ്. അപ്പോൾ ഇത്തരം ക്യാമറകൾക്ക് വേണ്ടിയിട്ട് ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എല്ലാ ക്യാമറകളും വരുന്ന ആ ഒരു ടൈപ്പാണ്. നമുക്കിങ്ങനെ
ജസ്റ്റ് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് തിരിച്ചിട്ട് അത് ഫിറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ബാൾ ഹെഡാണ് ഈ സാധനം. ഇത് നമുക്കിങ്ങനെ ലൂസാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഏത് ഭാഗത്തേക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു വലിയൊരു സൗകര്യമാണ്. അപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ ഇതിന് എൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്ളോഗ് ചെയ്യുമ്പോൾ സെൽഫി വീഡിയോ എടുക്കുമ്പോൾ നമുക്കിത് ആവശ്യത്തിന് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിൽ തന്നെ പോകും. ജസ്റ്റ് വലിച്ചതിന് ശേഷം ഒറ്റ തിരിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഉറച്ച് നിൽക്കും. ഒരു ഗ്രിപ്പാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇത് നമുക്ക് ഈ ക്യാമറ ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ പിടിക്കാൻ പറ്റും. ക്യാമറ വെക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കാണുമ്പോൾ നമുക്ക് സാധാ സെൽഫി സ്റ്റിക്ക് പോലെ തോന്നും, പക്ഷേ ഈ മെറ്റീരിയൽ ഹെവിയാണ്, അടിപൊളി ക്വാളിറ്റിയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കിതിനെ ഒരു സ്ഥലത്ത് നമ്മുടെ കൈ വിറക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് സ്റ്റില്ലായിട്ട് നല്ല വൃത്തിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ഒരു പ്രശ്നം കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്കിത് വെക്കാം. എവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ എടുക്കാൻ പറ്റും. ഈ ഒരു സാധനം ഇതിനകത്തുള്ളതുകൊണ്ട് ട്രൈപോഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2-3 ഓൺലൈൻ സ്റ്റോറുകളിൽ നോക്കി എന്നിട്ടാണ് അത് വാങ്ങിച്ചത്. 2600 രൂപ മുതൽ 3100 രൂപ വരെ റേറ്റ് കാണിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, ഇതിൻ്റെ ഫാമിലിയിൽ, അതായത് ബണ്ടിലായിട്ട് കിറ്റായിട്ടൊക്കെ വരുന്നുണ്ട്. അതായത് ഇത് ലൈറ്റ് ഫിറ്റ് ചെയ്യാനും ഇതിൽ മൊബൈൽ വെക്കാനുള്ള ഒരു മൗണ്ട് സഹിതം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൊബൈലിൻ്റെ കൂടെ തന്നെ ഒരു ലൈറ്റ് കൂടി എക്സ്ട്രാ വെക്കാനുള്ള, LED ലൈറ്റ് വെക്കാനുള്ള ഒരു മൗണ്ട് കൂടി വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോ എന്ന് പറഞ്ഞിട്ടൊരു കിറ്റായിട്ടും ഇത് വരുന്നുണ്ട്. അത് 5000 അങ്ങനത്തെയൊക്കെ സംതിങ് അതിൻ്റെ റേറ്റ്. ഞാൻ ഈ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാം. എന്തായാലും എനിക്കിത് നല്ല യൂസ്ഫുള്ളായി തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കൂടുതൽ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മുടെ ഈ യാത്രയോടെ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം. വേറൊരു പ്രത്യേകത, ഇതിൻ്റെ ഈ ടിപ്പ് ബേസ് എന്ന് പറയുന്നത് റബ്ബർ ഗ്രിപ്പാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും, സ്ലിപ്പാവില്ല, വൃത്തിയിൽ നിൽക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയപ്പോൾ കുറേ പേര് പറയാറുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താനൊക്കെ. അപ്പോൾ ഞാൻ എല്ലാ ഗാഡ്ജറ്റ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിചയപ്പെടുന്ന വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പുതിയ ഒരെണ്ണം കൂടി വാങ്ങിച്ചപ്പോൾ അതൊന്ന്, ഇത് വ്ളോഗ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, സാധാരണ മൊബൈലിൽ വീഡിയോ എടുക്കുന്നവർക്കും ഉപയോഗപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട്, ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഒരു വീഡിയോ വരുന്നുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞിരുന്നു ഒരു സമ്മാനം കിട്ടിയത്. നമ്മുടെ ഈ ഇന്ത്യ എക്സ്പെഡിഷന് വേണ്ടിയിട്ട് പോകുമ്പോൾ എനിക്ക് ആവശ്യമുള്ളൊരു സാധനമായിരുന്നു. ഞാനതിൻ്റെ പ്രൈസും അതിൻ്റെ വേറെ ചില കാര്യങ്ങളും കാരണം അത് വേണ്ടാന്ന് വെച്ചായിരുന്നു. പക്ഷെ അതൊരാൾ എനിക്കൊരു സമ്മാനമായിട്ട് തന്നു. അപ്പോൾ അതിനെ പരിചയപ്പെടുന്നൊരു വീഡിയോ ആണ് ഞാൻ അടുത്തിടുന്നത്. അപ്പോൾ അത് കാണാം. അതിനുശേഷം എൻ്റെ തയ്യാറെടുപ്പുകൾക്ക് കൂടിയുള്ളൊരു വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ എല്ലാ വീഡിയോക്കും നിങ്ങളുടെ ഇതുവരെയുള്ള അതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ സൗണ്ട് ഒരുവിധം ശരിയായിട്ടോ, ഒരു 75-80% ശരിയായി. ഇപ്പോൾ വീണ്ടും ഒന്ന് ഡോക്ടറിൽ പോയിട്ട് വന്നേ ഉള്ളൂ. പോകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് ക്ലിയർ ആകണം, ഇല്ലെങ്കിൽ പിന്നെ പണി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. എപ്പോഴും കൂടെ ഉണ്ടാവാം. ബൈ. റൂട്ട് റെക്കോർഡ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. താങ്ക് യു.